നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ വളരെയധികം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണത്തിന് വേണ്ടി സുകാന്ത് എന്ന് പറയുന്ന IB ഉദ്യോഗസ്ഥൻ പ്രണയവലയിൽപ്പെടുത്തുകയും പിന്നീട് ആ പണം മൊത്തം തട്ടിയെടുക്കുകയും ചെയ്തതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയായി മാറുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട്ടിലേക്ക് എത്തുകയും തീർച്ചയായും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ആ കുടുംബത്തിന് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഇത് കേന്ദ്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ IB വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല സംഭവ വികാസങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടാകുമ്പോൾ കുറച്ച് പുതിയൊരു അപ്ഡേഷൻ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് സുഗാന്തിന്റെ ജീവിത രീതികൾ എങ്ങനെയാണ്, സുഗാന്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഈ കേസിൽ ഏറ്റവും ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് പുള്ളി ഒളിവിൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടുകാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ വിവരങ്ങളായിരിക്കാം. ഈ വീടുള്ള സ്ഥലം, ഇവരുടെ ജീവിത രീതി, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സുഗാന്ത് സുരേഷും മാതാപിതാക്കളോടൊപ്പം ഒളിവിൽ പോയി എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മലപ്പുറം എടപ്പാൾ ശുഗപുരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് 4 ദിവസമായിട്ട് പൂട്ടിക്കിടക്കുന്നു. മാത്രമല്ല ഇവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സാമ്പത്തികപരമായിട്ട് നല്ല ഭദ്രതയുള്ള അല്ലെങ്കിൽ മുന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് IB ഉദ്യോഗസ്ഥനാകുമ്പോൾ അറിയാമല്ലോ, നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണല്ലോ. അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ IB ഉദ്യോഗം എന്നാൽ ഉപരിയായിട്ട്, അതായത് എല്ലാ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഒരു അവകാശി കൂടിയാണ് ഈ പറയുന്ന സുഗാന്ത് എന്ന് പറയുന്ന വ്യക്തി. ഏക മകനാണ്. അപ്പൊ ഈ ലക്ഷങ്ങളും കോടികളും ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന മേഘയിൽ നിന്ന് പണം തട്ടാനുണ്ടായ സുഗാന്തിന്റെ ആ ഉദ്ദേശം എന്താണ് എന്നതാണ് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിക്കുന്നത്. കാരണം പണം ഇല്ലെങ്കിൽ പറയാം, പണം ഇല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയെന്ന്. പക്ഷെ പണം ഉണ്ടായിട്ട് പോലും മേഘയെ നിരന്തരം പ്രണയചതിയിൽ വീഴ്ത്തി വിവാഹ വാഗ്ദാനം നൽകി മേഘയെ 9 മാസത്തോളമായി മേഘയുടെ എല്ലാ സമ്പാദ്യവും മേഘയിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു പ്രതി. അതിന്റെ ആ ഒരു മോട്ടീവ് എന്താണ്, അതാണ് ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് സുഗാന്തിന്റെ പിതാവ്. അമ്മ ഒരു റിട്ടയർഡ് അധ്യാപികയാണെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു നിർണായക വിവരം, ഇവര് വിവിധ ഇടങ്ങളിലായിട്ട് നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇവര് നാട്ടുകാരുമായി അത്ര അടുപ്പം സഹകരണം സൂക്ഷിച്ചിരുന്നവരല്ല. ഇവരുടെ തൊട്ടടുത്ത് തന്നെ അച്ഛന്റെ സഹോദരൻ താമസിക്കുന്നുണ്ട്. പക്ഷെ അവരുമായിട്ട് വലിയ അടുപ്പത്തിലൊന്നും അല്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നാട്ടിലെ സുഹൃത്തുക്കളൊന്നും സുഗാന്തിന് ഇല്ല എന്നും നാട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് വന്നപ്പോൾ, അതായത് ഈ സംഭവം പുറത്ത് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ സുഗാന്ത് ഒരു IB ഉദ്യോഗസ്ഥനാണെന്ന് നാട്ടുകാർ പലരും അറിയുന്നത് പോലും ഇപ്പോഴാണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു ജോലി, അതായത് ഇത്രയും പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് സുഗാന്ത് എന്ന് പുറത്തു പോലും പറയാൻ മടിച്ചിരുന്നത് എന്തിനായിരിക്കും? അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തൊക്കെയോ തട്ടിപ്പോഴും അല്ലെങ്കിൽ എന്തൊക്കെയോ ദുരൂഹതകളും മറിഞ്ഞു കിടക്കും. അതെ, അത് മാത്രമല്ല ഈ സുഗാന്തിന് മറ്റു പല ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിൽ ആ ബന്ധങ്ങളിൽ പോലും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നതും സംശയകരമാണ്. കാരണം പണം ഉണ്ടായിട്ടും, കുമിഞ്ഞുകൂടി പണം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും പണം സമ്പാദിക്കാനുള്ള ഒരു ആർത്തി, അതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റാരുമായിട്ട് അടുപ്പം പുലർത്തുന്നില്ല, വലിയ സുഹൃത്ത് ബന്ധങ്ങളൊന്നൊക്കെ ഇല്ല. ഈ പറയുന്ന അച്ഛന്റെ സഹോദരൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്, എന്നിട്ട് പോലും അവരോട് പോലും ശത്രുതാ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. അപ്പൊ അത്തരത്തിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് പല തട്ടിപ്പുകളും ഇവർ നടത്തുന്നു. അതിന് ഈ പാരന്റ്സും കൂട്ടു നിൽക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മേഘയുടെ പിതാവ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെ ലാൻഡ് ഫോൺ നമ്പർ മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ അവരുമായിട്ട് ലാൻഡ് ഫോണിലൂടെ സംസാരിക്കാൻ നോക്കുമ്പോൾ മകൻ ഇപ്പോൾ വിവാഹം കഴിക്കില്ല, വിവാഹം കഴിക്കും, പക്ഷെ IAS കോച്ചിങ്ങിനൊക്കെ പോയി ഒരു ജോലി കിട്ടിയതിനു ശേഷം, അതായത് ഈ IB ജോലിയിൽ നിന്ന് മാറുകയാണ്, അതിനുശേഷം മാത്രം വിവാഹം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ മാതാപിതാക്കൾ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പിൽ അവരും ഒരു ഭാഗം തന്നെയാണ്. കാരണം അവരെയും ഈ പറയണൊക്കെ പോലീസ് അതിൽ പ്രതികളാക്കേണ്ടി വരും. കാരണം തട്ടിപ്പിന് കൂട്ടുനിന്നവരാണ്. ഈ ഒരു പ്രതി എന്ന് പറയുന്ന ഈ സുഗാന്തിനെ ഒളിവിൽ പോകാനും ഇവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ
പാരന്റ്സ് പോലും മകന്റെ കൂടെ നിൽക്കുകയാണ് ഇത്ര ഒരു തട്ടിപ്പിന്. ഒരു മറുഭാഗത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും അവരെ പോലെ തന്നെ ഏക മകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്കും പറയുന്നത് പോലെ സ്വത്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. മേഘയ്ക്ക് ഒരു കാറൊക്കെ പിതാവ് എടുത്തു കൊടുത്തു. ആ കാറിലായിരുന്നു ഈ എറണാകുളത്തേക്ക് പോയത്. അപ്പൊ ടോൾ പ്ലാസ കടന്നു പോയപ്പോഴാണ് അച്ഛൻ SMS വന്നിട്ട് അച്ഛൻ തിരിച്ചറിയുന്നത് ഇതുപോലെ മകൾ എറണാകുളത്തേക്ക് പോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മകൾ എന്തിന് എറണാകുളത്തേക്ക് പോയി എന്നുള്ള ചോദ്യം അപ്പം വരുന്നതും പിന്നെ ഈ പറയുന്ന സുഗാന്തമായിട്ടുള്ള പ്രണയബന്ധമൊക്കെ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഭാഗത്തും ഏകമകൻ ഏകമകൾ, സ്വത്തിന് കുറവില്ല, ഒന്നുമില്ല, എന്നിട്ടും ആർത്തി മൂത്ത് അത്രയും പണം തട്ടിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ സുഗാന്ത് മേഘയെ വേട്ടയാടുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, മാത്രമല്ല ഈ എത്രത്തോളം, അതായത് എല്ലാ രീതിയിലും തന്റെ ഭാഗത്ത് നിന്ന് ഭദ്രത ഉണ്ടെങ്കിൽ പോലെ ആ പെണ്ണിന്റെ അല്ലെ പണവും കൂടി ഊറ്റിയെടുത്തിട്ട് വലിച്ചെറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു ക്രൂരത തന്നെയാണ് മേഘയോട് ദിവസം പറഞ്ഞല്ലോ, അതായത് സഹപ്രവർത്തകയുടെ അമ്മ പറയുന്നുണ്ട്, മലപ്പുറത്തായിരുന്നപ്പോൾ പോലും അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ധം തുടരാനായിട്ടാണ് മേഘയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്. തനിക്ക് അതായത് എനിക്കിനി നിന്നെ വേണ്ട, എനിക്ക് മറ്റൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാകുന്നെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും മേഘയെ ചൂഷണം ചെയ്തു, പ്രണയിച്ച് ചൂഷണം ചെയ്തു. ഒരുമിച്ച് കറങ്ങാൻ പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതൊക്കെ മേഘ ഭയന്നിട്ടുണ്ടാകാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് സാമ്പത്തികമായി ചൂഷണം ചെയ്തു. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇനി മറ്റാരുടെയെങ്കിലും പ്രേരണ ഈ പറയുന്ന സുഗാന്ത് മേഘയെ വലവിരിച്ച് പിടിച്ചതാണോ, മറ്റെന്തെങ്കിലും ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ അന്വേഷണ വിധേയമാകുമ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ. മാത്രമല്ല ഈ വീട്ടുകാർക്കൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുഗാന്തിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സുഗാന്തിനോട് സംസാരിക്കാം, സുഗാന്തിന്റെ വീട്ടുകാരോട് സംസാരിക്കാം എന്ന് മേഘയുടെ വീട്ടുകാർ അച്ഛനും അമ്മയും പറയുമ്പോൾ മേഘ ദേഷ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിന് സമ്മതിച്ചിരുന്നില്ല എന്ന് പിതാവ് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ മേഘയും ഭയപ്പെട്ടിരിക്കണം അല്ലേ? മേഘ ഭയപ്പെട്ടത് ചിലപ്പോൾ ആ സമയത്ത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വീട്ടുകാരോട് എങ്ങനെ തുറന്നു പറയും? കാരണം ഇവർ ഒരുമിച്ച് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം IBയിൽ ജോലി തന്നെയാണ്. അപ്പം വീട്ടുകാർ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട എന്ന് പറയില്ല. കാരണം രണ്ടുപേരും ഒരേ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത അങ്ങോട്ട് ഇവരുടെ സമ്പാദ്യം കൂടത്തേ ഉള്ളൂ. കാരണം ജോലിക്ക് കയറിയപ്പോൾ പോലും 50,000 രൂപയാണ് ശമ്പളം. അപ്പം ആ ഒരു ഓരോ മാസം കഴിയുന്തോറും ഈ പറഞ്ഞ സമ്പാദ്യം കൂടി വരും. അപ്പോൾ അത്തരത്തിൽ അവർക്ക് മറ്റു കാരണങ്ങളൊന്നും ഇല്ല വേണ്ട എന്ന് പറയാൻ. അപ്പോൾ ഇവർ കറങ്ങാൻ പോകുന്നത് കാണുമ്പോൾ വീട്ടുകാർ സ്വാഭാവികമായി പറയും, എന്നാൽ നമുക്ക് കല്യാണം ആലോചിക്കാം, കല്യാണം ആലോചിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടത്താമെന്ന് ഒരു വീട്ടുകാർ പറയും. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് നിമിഷവും ഇവിടെ തകർന്ന് വീഴാമെന്നുള്ള ഒരു ബോധം മേഘയ്ക്കുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം മാതാപിതാക്കളോട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചത്. അത് തന്നെ മാതാപിതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടിരിക്കുമ്പോൾ വേറെ റിയാക്ഷൻസ് കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതായിരിക്കാം ഇതിന് പിന്നിലെ കാരണം. മാത്രമല്ല ഈ അച്ഛൻ വേദനയോടെ പറയുന്നുണ്ട് മകൾ സാമ്പത്തികമായ ചൂഷണത്തിന് ഇരയായി എന്ന്. അപ്പോൾ അതൊക്കെ വളരെ വേദനാജനകമായ കാര്യങ്ങൾ തന്നെ. അപ്പൊ സുഗാന്തിനെ പിടിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സുഗാന്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ 8 മിനിറ്റ്, അതായത് ഈ മേഘ മരണം തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപ് സുഗാന്തിനോടാണ് സംസാരിക്കുന്നത് അവസാനമായിട്ട്. അപ്പൊ ഈ 8 മിനിറ്റ് എന്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സംസാരിക്കുന്നതിനിടയിൽ ഒരു മരണത്തിലേക്ക് തിരിയാൻ പാകത്തിന് എന്താണ് ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ സുഗാന്തിനെ പിടികൂടണം. വെറും 8 മിനിറ്റ് കൊണ്ട് മാത്രം ഒരു മരണത്തെ മേഘ തിരഞ്ഞെടുക്കുന്നു നമുക്ക് തോന്നുന്നില്ല. കാരണം ആ 8 മിനിറ്റിന് മുൻപ് പലതും അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഏറ്റവും അവസാനമായിരിക്കാം കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകുന്നു എന്ന് തോന്നിയപ്പോൾ മേഘ ആ ഒരു രീതിയിലേക്ക് കടന്നു പോയത്. കാരണം സാമ്പത്തികമായി ഏറെ തകർന്നടിഞ്ഞിരുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിലില്ലായിരുന്നു. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, വീട്ടിലല്ല, മറ്റു പലരും നിന്ന് കടങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലും മേഘ തകർന്നിരുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടെ കടന്നു വരുന്നത്. പിന്നെ ഒറ്റയടിക്ക് 3.5 ലക്ഷം രൂപ ഇയാൾ കൈക്കലാക്കിയെങ്കിലും മേഘയ്ക്ക് റെന്റിന് കൊടുക്കാനായിരുന്നാലും മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഈ സുഗാന്ത് പൈസ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ അടുപ്പിച്ച് ട്രാൻസാക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങൾക്കായി വാങ്ങിയ ഒരു പണവും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല? സുഗാന്തിന് ആ പണം കൊണ്ട് എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? സുഗാന്തിന്റെ മാതാപിതാക്കൾ അറിയാതെ സുഗാന്ത് മറ്റു പല ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടോ? അതും സംശയകരം തന്നെയാണ്. ഒരു IB ഉദ്യോഗസ്ഥനെന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും അവർ പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്. അത്തരത്തിൽ പല കാര്യങ്ങളുമുണ്ട്. എന്നിട്ടും ഒരു ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്നിട്ട് പോലും ഈ പറയുന്ന സുഗാന്ത്
തനി തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവനെ വെച്ച് കളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സാമ്പത്തികമായിക്കോട്ടെ, പ്രണയവലയിലായിക്കോട്ടെ, വിവാഹ വാഗ്ദാനം നൽകി ആയിക്കോട്ടെ, എല്ലാ തരത്തിലും ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരിക്കുകയാണ് ഈ ഒരു കുറ്റവാളി എന്ന് പറയുന്നത്. അതെ. അപ്പോ ഇത്രയധികം തെറ്റുകുറ്റങ്ങൾ സുഗാന്ത് ചെയ്തു കൂട്ടി. അപ്പോ ഇപ്പൊ ഒളിവിൽ പോയിരിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ഈ സുഗാന്തിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പൊ പേട്ട പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കൊച്ചിയിലടക്കം ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജോലി ചെയ്യുന്നിടത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹാജരാവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സുഗാന്ത് ആ സ്ഥലം വിട്ടു പോകാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം 3 ദിവസം കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചായിരുന്നു. അതിനുശേഷമാണ് അതിന്റെ തെളിവുകൾ കൈമാറിയതിനു ശേഷം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഈ പ്രതി കുടുംബവുമായിട്ട് കടന്നു കളയുന്നത്. അവർക്ക് അറിയാവുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്കിടെ അടുത്തേക്ക് പോകാൻ മാത്രമേ ചാൻസ് കാണുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ കണക്കെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് മറ്റു വഴികളില്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ പോലീസ് ട്രാക്ക് ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇയാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഫോണ് പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം മേഘയുടെ ഫോൺ ഛിന്ന ഭിന്നമായ നിലയിലാണ്. അപ്പോൾ സൈബർ സെല്ലിന്റെ പരിശോധനയിലൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ ആ 8 മിനിറ്റ് എന്ന് പറയുന്നതും അതിനു മുൻപ് നടന്നതും ഒക്കെ വളരെയധികം നിർണായകം തന്നെയാണ്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്ത മാസം 6-ാം തീയതിയോടെ മേഘയുടെ കുടുംബം കാണും. അപ്പോൾ മൊത്തത്തിൽ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഈ പിതാവിന് അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഇനി ഒരിക്കലും മകളെ കിട്ടില്ല. പക്ഷെ മകളുടെ മരണത്തിനിടയാക്കിയ വ്യക്തികളെ പുറം ലോകത്ത് എത്തിക്കുകയും ചെയ്യണം. അവർക്ക് എന്ത് സംഭവിച്ചു, അതിന് ഉത്തരവാദികളായവർക്ക് വേണ്ട ശിക്ഷ നേടിക്കൊടുക്കുക എന്നതാണ് ആ പിതാവിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുക.